ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് മാത്യു, കോർപ്പറേറ്റ് ലോയർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിസോർട്ട് ലീസിന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ചെറുതായിട്ടൊരു വെളിച്ചം ഈ ഓരോ കാര്യങ്ങളിലേക്ക് വീശുന്നു എന്നല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഒരു ലീസ് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾ അതിന് പര്യാപ്തമായിട്ടൊരു ഒരു അഡ്വക്കേറ്റിനെ കാണണം. ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സിനെ പ്രത്യേകിച്ച് പറ്റുമെങ്കിൽ കോർപ്പറേറ്റ് അഡ്വക്കേറ്റിനെ തന്നെ കാണുക. അതാണ് അതിന്റെ ഏറ്റവും നല്ല കാര്യം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പൊതുവായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഓണർഷിപ്പായിട്ട് ബന്ധപ്പെട്ട ആ ഓണർഷിപ്പ് പ്രോപ്പർട്ടി നമ്മുടെ ലീസ് എഗ്രിമെന്റിൽ ഒപ്പിടുന്ന വ്യക്തിയുടെ ഓണർഷിപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻക്യൂബറേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം. കാരണം നമ്മൾ ഈ ലീസിന് എടുക്കുന്ന പ്രോപ്പർട്ടി റിസോർട്ടാണ് റിസോർട്ട്, അല്ല ഹോം സ്റ്റേ ആണ് ഹോം സ്റ്റേ, അല്ല സർവീസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കടബാധ്യതകളിലൊന്നും പെട്ടതല്ല. അവിടെ ഒരു കോർട്ട് കേസ് നടക്കുന്നതല്ല. അതുപോലെ മറ്റു ബാധ്യതകളൊന്നും അതിനില്ല എന്ന് നമുക്ക് ഉറപ്പില്ല. കോടതി കേസ് നടക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ, ജപ്തി നേരിടുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ, നമ്മൾ എടുത്തു 5-6 മാസം കഴിഞ്ഞു, ഓർക്കപ്പുറത്ത് നമ്മുടെ റിസോർട്ടിൽ കൊണ്ടുവന്ന് പേപ്പർ വയ്ക്കുകയാണ്, ഇത് ജപ്തി ചെയ്യാൻ പോകുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവർക്കെതിരെ കേസിന് പോകാൻ പറ്റും. അതെ, നമ്മൾ കൊടുത്തത് 10, 15, 20 ലക്ഷം രൂപയായിരിക്കും. വലിയ പ്രോപ്പർട്ടിയാണ്, അതിന് കൂടുതലായിരിക്കും. ഏതെങ്കിലും ബ്രോക്കർ എന്ന് പറഞ്ഞു, നമ്മൾ പ്രോപ്പർട്ടി പോയി കണ്ടു, ഒറ്റനോട്ടം കണ്ടു, നമ്മൾ ലീസ് എഗ്രിമെന്റ് എഴുതിച്ചു, നമ്മൾ കയറി. ഓക്കെ, ഇനി നമുക്ക് അവർക്ക് ഈ നിയമപരമായിട്ട് നമ്മുടെ എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ടാവും, എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും അദ്ദേഹം മാത്രമാണ് ഉത്തരവാദി എന്നും അതിന്റെ മറ്റ് കാര്യങ്ങൾ ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ആ എഴുതിയതൊക്കെ ഇവിടെ വെക്കട്ടെ. കോടതി വേണ്ട അവസ്ഥ അറിയാമല്ലോ. കോടതിയിൽ കേസിന് പോയി, കേസ് വിധിയാക്കി, അവർ വിധിയായുള്ള കാര്യം കിട്ടില്ല. എക്സിക്യൂഷൻ പെറ്റീഷൻ വെക്കണം, വേണ്ടേ? ഈ കേസ് വിധിയാക്കി എടുക്കാൻ വളരെ എളുപ്പം. എക്സിക്യൂഷൻ പെറ്റീഷൻ വെച്ച് മുന്നോട്ട് കൊണ്ടുപോയി പൈസ ഒന്ന് വസൂലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടി. അത് സബ്ജക്റ്റ് മാറിപ്പോകുന്നു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പ്രോപ്പർട്ടിയുടെ എൻക്യൂബറേഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് എടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ അകത്ത് കടബാധ്യതകളില്ല, ജപ്തി നേരിടുന്നില്ല, മറ്റു ബാധ്യതകളില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അതായത് നമ്മൾ അതായത് നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതായത് ഒരു പ്രോപ്പർട്ടിയുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ റിസൾട്ട് അപ് ടു ഡേറ്റ് മേടിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് മേടിക്കാം. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കാം. ഇതെല്ലാം ഈ ഓർഡറിന്റെ പേരിലാണ് ഞാൻ പറയുന്നത്. എങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിന് വേറെ അവകാശമുണ്ട്, നാളെ വേറെ തർക്കമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യം, ചില സമയത്ത് നമ്മൾ പ്രോപ്പർട്ടി പെട്ടെന്ന് ആരെങ്കിലും പ്രോപ്പർട്ടി കാണിച്ചു, നമ്മൾ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പ്രോപ്പർട്ടി മറ്റു ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പ്രോപ്പർട്ടി ആയിരിക്കും. ചില മേഖലകളുണ്ട്, സോൺ ചട്ടങ്ങൾ എന്ന് പറഞ്ഞു, സോൺസ് ഉണ്ട്, അതങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ റെസിഡൻഷ്യൽ ഉണ്ട്, കൊമേഴ്സ്യൽ ഉണ്ട്, അങ്ങനെ പലയായിട്ട് തിരിച്ചിട്ടുണ്ട്. പൈതൃക മേഖല, പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ. അപ്പൊ നമ്മുടെ ഈ പ്രോപ്പർട്ടി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഗതിയിൽ വരുന്നതാണോ? ഇയാൾ പ്രോപ്പർ ലൈസൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്? ചിലപ്പോൾ പഞ്ചായത്തുമായിട്ട്, മുനിസിപ്പാലിറ്റി ആയിട്ട്, കോർപ്പറേഷനുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടാവും, അദ്ദേഹം ചില അഡ്ജസ്റ്റ്മെന്റ് സ്വാധീനത്തിനൊക്കെ പുറത്ത് നടത്തിക്കൊണ്ട് പോകും. അതായിരിക്കും നമുക്ക് ലീസിന് തരുന്നത്. നമ്മൾ എടുത്തു കഴിയുമ്പോൾ വേറെ പ്രശ്നമാകും, നമുക്ക് പുതുക്കാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബൗണ്ടറീസ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തുടർന്ന് നോക്കുക. അതായത് നമ്മുടെ റിസോർട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് ഏരിയ ഉണ്ടാവും. അപ്പൊ ആ ഏരിയക്ക് പ്രോപ്പർ ഫെൻസിങ് ഉണ്ട്, മറ്റേ ആനശല്യം ഉണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. നമുക്കൊരു ക്യാമ്പ് ഫയർ നടത്താൻ പര്യാപ്തമായ സ്ഥലമുണ്ടോ? അതേപോലെ നമ്മുടെ ബൗണ്ടറി എവിടെയൊക്കെയാണ്, ആരെങ്കിലും എൻക്രോച്ച് ചെയ്തിട്ടുണ്ടോ, നമുക്കതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സർവേ നമ്പർ വെച്ച് നോക്കിയിട്ട്, ആ പ്രോപ്പർട്ടിയുടെ ആധാരം വെച്ച് നോക്കിയിട്ട് മനസ്സിലാക്കും എന്തോരം സ്ഥലം ഇതിലുണ്ട് നമുക്ക് അറിയാനായിട്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ബാക്കി കണ്ടോ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് റിസോർട്ടെല്ലാം ലീസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ 3-4 പ്രോപ്പർട്ടി ലീസിന് കൊടുത്ത സമയത്ത് പാർക്കിങ്ങിന്, ലീസ് എടുക്കാൻ പോയാലും ബ്രോക്കറും ഒക്കെ പോയി പാർക്ക് ചെയ്തത് ഈ റിസോർട്ടിന് മുന്നിലായിട്ട്. അപ്പൊ എഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവര് പോയി റിസോർട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. 3-ാമതൊരു കഥാപാത്രം വന്നിട്ട് പറഞ്ഞു, ഈ പാർക്കിങ് നിങ്ങളുടെതല്ല, ഞാനാണ് അവർക്ക് പാർക്കിങ് കൊടുത്തുകൊണ്ടിരുന്നത്. ഡെയിലി 400 രൂപയായി. ഇനി നിങ്ങൾ 500 രൂപ വെച്ചാൽ ആ പ്രശ്നമായി.
അപ്പൊ നമ്മളത് സ്വയം ഒരു കാഴ്ചപ്പാട് നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തു, മറ്റുള്ളവരുടെ വണ്ടി പാർക്ക് ചെയ്തു, ബ്രോക്കറുടെ വണ്ടി പാർക്ക് ചെയ്തു, ഗസ്റ്റുകളുടെ വണ്ടി പാർക്ക് ചെയ്തു, നമ്മളെന്താണ് അന്വേഷിക്കുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ബൗണ്ടറി, നമ്മുടെ റൈറ്റ്സ്, നമ്മുടെ പ്രിമിസസ് ഇതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ യൂട്ടിലിറ്റി ബില്ലുകൾ ഇതെല്ലാം അപ് ടു ഡേറ്റ് ആണോ ചെക്ക് ചെയ്യുക, ഇതിനെ പറ്റി ഭാഗമായിട്ട് വരുന്ന കാര്യം. അപ്പൊ ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞു ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ ഇത് പ്രോപ്പറായിട്ടുള്ള നിയമ വിദഗ്ധര് ഇതിങ്ങനെ ചെയ്യാൻ കഴിവുള്ള നല്ല രീതിയിൽ ലീസ് എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന കോർപ്പറേറ്റ് ലോയേഴ്സ് ആണ് ഇതിന്റെ ആളുകൾ. അവരെ നിങ്ങൾ സമീപിക്കണം. എന്റെ അടുത്തേക്ക് വരണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഏതൊക്കെ നിങ്ങളുടെ ചുറ്റുപാടുണ്ട് നല്ല കോർപ്പറേറ്റ് ലോയറെ സമീപിക്കുക, അവരെ കൂടെ എഴുതിപ്പിക്കുക, കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് പരിശോധിക്കുക. കാരണം നമ്മൾ വലിയൊരു എമൗണ്ട് കൊണ്ടിടുക കഴിഞ്ഞ് നമുക്ക് നടത്താൻ പറ്റിയില്ലാത്ത അവസ്ഥ അത് മുൻകൂട്ടി കാണുക. ഫോർ ദ ടൈം ബീങ്, ഗുഡ് ബൈ.